വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിചാരിതമായി ഒരു ചെറുപ്പക്കാരനെ വ്യക്തിപരമായി എന്റെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ വിപരീത സമസ്യയ്ക്കിടയിൽ പരിചയപ്പെട്ടു. തീക്ഷ്ണമായ അറിവ്, ഉജ്ജ്വലമായ ചിന്ത, വാക്കിനെയും കവിതയെയും അക്ഷരത്തിനെയും കുറിച്ചുള്ള അതിശക്തമായ ബോധം, അചുംബിതമായ ഉല്ലേഖം, ഇവയെല്ലാം നിറഞ്ഞ ആ ചെറുപ്പക്കാരന്റെ മനസ്സ് എന്തിനോ വേണ്ടി തിരയിളകുന്നുണ്ടായിരുന്നു. നാസി പടത്തലവനായിരുന്ന ഫ്യൂറർ എന്ന അഡോൾഫ് ഹിറ്റ്ലറിന്റെ കൊട്ടാരത്തിന് മുകളിൽ ചെങ്കൊടി പാറിപ്പിച്ച ധീരനായ പോയകാല സഖാവിന്റെ ചരിത്രം എനിക്ക് പറഞ്ഞു തന്നത് ആ ചെറുപ്പക്കാരനാണ്. അബ്ദുൽ ഖാദറിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട ഒട്ടനവധി പേരുടെ കഥകളെല്ലാം ആ ചെറുപ്പക്കാരൻ വിശദമായി വിവരിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചരിത്രത്തിന്റെ തീക്ഷ്ണമായ രേഖകൾ അന്വേഷിക്കുന്ന യുവത്വം കൈമോശം വന്നിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാകണം ഭാരതം ഒട്ടനവധിയുള്ള ഭാരതം ആസകലമുള്ള സർവ്വ യുവാക്കളുടെയും ആശയും ആവേശവും അഭിമാനവുമായ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി ആ ചെറുപ്പക്കാരൻ വളർന്നു. ഞാൻ പറഞ്ഞു വന്നത് സഖാവ് എം സ്വരാജിനെ കുറിച്ചാണ്. സാധാരണ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോഴൊക്കെ പല മണ്ഡലങ്ങളും ചില സ്ഥാനാർത്ഥികളെ ആഗ്രഹിക്കും. അങ്ങനെ എല്ലാ മണ്ഡലത്തിലുള്ളവരും ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ്. സ്വരാജിനെ പോലെ ഊർജ്ജസ്വലനായ, നല്ല സൗഹൃദ സമ്പത്തുള്ള, സുഹൃത്ത് ബന്ധങ്ങളുള്ള ഒരു സഖാവ്, ഒരു സ്നേഹിതൻ എന്നുള്ള രീതിയിൽ ജനങ്ങളോട് വളരെ അടുത്ത്